ദിവസം രാത്രി ഉമർ കഅബയുടെ അടുത്തൂടെ നടക്കുമ്പോൾ റസൂൽ അവിടെ ഇരുന്ന് നിസ്കരിക്കുന്നത് കണ്ടു. അദ്ദേഹം എന്താണ് ഓതുന്നത് എന്നറിയാൻ വേണ്ടി പതുക്കെ അടുത്ത് ചെന്നു. റസൂൽ സൂറത്തുൽ ഹക്കയിലെ ചില ഭാഗങ്ങളാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിലെ വരികൾ കേട്ടിട്ട്, വേർഡ്സ് കേട്ടിട്ട് ഉമർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് നിന്നു. പക്ഷെ ഇതൊന്നും കേട്ടിട്ടൊന്നും ഇസ്ലാം മതം സ്വീകരിക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. പകരം അവൻ പറഞ്ഞു, ഖുറൈശികൾ പറയുന്നത് പോലെ ഇവനൊരു കാവിത്രിയാനാണെന്ന് തോന്നുന്നു. ആ നിമിഷം തന്നെ റസൂൽ ഒരു ആയത്ത് ഓതി. അതിങ്ങനെയായിരുന്നു. ഖുർആൻ 69-ാമത്തെ സൂറത്തുൽ ഹക്കയിലെ 41-ാമത്തെ ആയത്താണത്. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഉമർ വളരെ അത്ഭുതപ്പെട്ട് വിചാരിച്ചു, എങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അയാൾ അറിഞ്ഞത്? ഉറപ്പായും അയാൾ ഒരു ജാലവിദ്യക്കാരനോ ഭാവി പ്രവചിക്കുന്നവനോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അടുത്ത ആയത്ത് റസൂലുള്ള ഉതാണ്. സൂറത്തുൽ ഹക്കയിലെ തന്നെ 42-ാമത്തെ ആയത്ത്. ഒരു ജ്യോത്സ്യക്കാരൻ്റെയും വാക്കല്ല, എത്ര കുറച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഈ കാര്യം നടന്നപ്പോൾ ഉമറിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിക്കുകയാണ്. ഇസ്ലാമിനോടുള്ള വിശ്വാസം പതിയെ അവൻ്റെ മനസ്സിൽ കൂടി വന്നു. എന്നാൽ കൂടി അവൻ്റെ മനസ്സിൽ റസൂലുള്ള കുടുംബാംഗങ്ങളെ തിരിപ്പിക്കാൻ നോക്കണമെന്നും സഹോദരങ്ങളെ ശത്രുക്കളാക്കാനെന്നുമാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലെ റസൂലിനോടുള്ള ദേഷ്യവും പകയും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും റസൂലുള്ള പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, യാ അല്ലാ, ഇസ്ലാമിനെ നീ സ്നേഹിക്കുന്ന 2 മനുഷ്യരെ വെച്ചിട്ട് നീ ശക്തിപ്പെടുത്തണേ എന്നുള്ളത്. ഒരാളുടെ പേര് അബൂജഹലിൻ്റെ പേരും ഒരാൾ ഉമർ ബിൻ അൽ ഖത്താബും ആണ് പറയുന്നത്. ഇത് ഹദീസ് ജാമിഅ അൽ തിർമിദിയിൽ 3681 വരുന്നതാണ്. ഈ ഒരു ദുആ കാരണം അള്ളാഹു ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള മാർഗദർശനത്തിൻ്റെ കഥ ഉണ്ടാക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ വേറെ ഒരു മീറ്റിംഗ് കൂടുകയാണ് ദാറുൻ നദ്വയിൽ വെച്ചിട്ട്. ഹാഷിം ഗോത്രത്തിൽ എന്തെങ്കിലും കശപിശ ഉണ്ടാവോ എന്ന പേടിയിലായിരുന്നു എല്ലാവരും. ആ പേടിക്കിടയിൽ അബൂജഹൽ പറഞ്ഞു, ആരാണോ മുഹമ്മദിനെ കൊല്ലുന്നത് അവർക്ക് ഞാൻ 100 ഒട്ടകങ്ങളെ നൽകുമെന്ന്. ഈ ഒരു കാര്യം കേട്ടതും കൂട്ടത്തിൽ നിന്ന് ഒരാളെ എണീറ്റു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഉമറായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ആത്മഹത്യാ ശ്രമമാണ് ഉമറിന്. കാരണം അവൻ റസൂലുള്ളാഹിനെ കൊന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം ഉറപ്പായും ഉമറിനെയും കൊല്ലും. അവനും അത് അറിയാമായിരുന്നു. പക്ഷേ അവന്റെ പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ അവൻ ആ ദൗത്യം ഏറ്റെടുത്തു. അവൻ അവന്റെ വാളെടുത്ത് വേഗം റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ അവൻ അവന്റെ കുടുംബാംഗമായ നുഐമിനെ കാണുന്നുണ്ട്. നുഐമ് ചോദിച്ചു, ഉമർ, നീ നിന്റെ വാളുമായി എങ്ങോട്ടാണ് പോകുന്നത്? ഉമർ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ പോവാണ്. അവൻ ഖുറൈശികളെ മൊത്തമായും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നുഐം രഹസ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ നീ അയാളെ കൊന്നാൽ അയാളുടെ ഗോത്രത്തിലുള്ളവർ നിന്നെ വെറുതെ വിടുമെന്ന്? അപ്പോൾ ഉമർ പറയുന്നുണ്ട്, അയാളെ കൊന്നു കഴിഞ്ഞ് ഞാൻ തന്നെ അവരുടെ മുൻപിൽ പോയി കീഴടങ്ങും. നുഐമിന് തന്നാലാവുന്ന വിധം അവനെ തടയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമറിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇതിനേക്കാൾ അത്ഭുതമുള്ള ഒരു കാര്യം പറയട്ടെ. നിന്റെ സഹോദരി ഫാത്തിമയും അവരുടെ ഭർത്താവും ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം നീ അറിഞ്ഞിരുന്നോ? ഇത് കേട്ട് ദേഷ്യം വന്ന ഉമർ നേരെ അവന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു. അവിടെ അവർ സൂറത്തുൽ ത്വാഹ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. ഉമറിനെ കണ്ടതോടെ അവർ ഓതിയിരുന്ന ഖുർആന്റെ പേജ് ഒളിപ്പിച്ചു വെക്കുകയാണ്. അവൻ ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് പാരായണം ചെയ്തിരുന്നത്? അപ്പോൾ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉമർ ദേഷ്യം കൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ അടിച്ചു ചോദിച്ചു, ഞാൻ കേട്ടത് ശരിയാണോ? നിങ്ങൾ ആ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചോ? ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫാത്തിമയും ഉമറിന്റെ അടി കൊണ്ട് വീഴാണ്. അവളുടെ വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, നീ കേട്ടത് ശരിയാണ്, ഞങ്ങൾ നിന്റെ ദൈവങ്ങളെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഷഹാദ ഉറക്കെ പറയാണ്. ഉമർ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് മയത്തിൽ ചോദിച്ചു, നിങ്ങൾ ഓതിക്കൊണ്ടിരുന്നത് എനിക്ക് തരൂ, ഉറപ്പായും ഞാനത് തിരിച്ചു നൽകാം. നീ അശുദ്ധിയിലാണ്, ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് തൊടാൻ അനുവാദമുള്ളൂ. പോയി കുളിച്ചിട്ട് വരൂ, ഫാത്തിമ പറഞ്ഞു. ഉമർ അവൾ പറഞ്ഞ പ്രകാരം ചെയ്തു. ഫാത്തിമ ഖുർആൻ ഭാഗം ഉമറിന് കൈമാറി. അവൻ സൂറത്ത് ത്വാഹയിലെ ആദ്യ ആയത്തുകൾ വായിച്ചു. നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ്. ഇത് വായിച്ചതോടെ അവന്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറയുകയും മുഖത്തുള്ള ദേഷ്യം മങ്ങുകയും ചെയ്തു. ഉമർ റസൂൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അന്വേഷിക്കുകയും അവിടേക്ക് നീങ്ങുകയും ചെയ്തു.
നബിയെ കാണാനുള്ള ധൃതിയിൽ അവൻ അവൻ്റെ വാള് മാറ്റിവെക്കാൻ മറന്നു. അങ്ങനെ അവസാനം ഉമർ റസൂലുള്ള ഇരിക്കുന്ന സ്ഥലത്തെത്തി വാതിൽ തട്ടാണ്. കൂടെയുള്ളവർ നോക്കിയപ്പോൾ വാളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഉമറിനെയാണ് കാണുന്നത്. എല്ലാവരും ആകെ പേടിച്ചു. പക്ഷെ റസൂലുള്ള അവനെ കടത്തിവിടാൻ പറഞ്ഞു. റസൂലുള്ള ഉമറിനെ കണ്ടതും വേഗം അവന്റെ വാളിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ അല്ലാ, ഇതാണ് ഉമർ ബിനുൽ ഖത്താബ്. യാ അല്ലാ, ഇസ്ലാമിനെ ഉമർ ബിനുൽ ഖത്താബിനെ വെച്ച് നീ ശക്തിപ്പെടുത്തു. ഉമർ വേഗം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടെയുള്ളവർ എല്ലാവരും ഭയങ്കര സന്തോഷരായി. എല്ലാവർക്കും പേടിയായിരുന്ന ഉമർ ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇനി ആരെയും പേടിക്കേണ്ടതില്ല. എല്ലാവരും ഉറക്കെ തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമർ റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ ശരിക്കും സത്യത്തിന്റെ മതം തന്നെയല്ലേ സ്വീകരിച്ചത്? അപ്പൊ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അതെ. പിന്നെ നമ്മൾ എന്തിനാണ് ഒളിക്കുന്നത്? അള്ളാഹു ആണേ സത്യം. ഞാൻ ധൈര്യമായി ഒരു പേടിയുമില്ലാതെ എല്ലാവരുടെയും മുന്നിൽ പോയി ഇസ്ലാമിനെ കുറിച്ച് പറയും. അതോടെ റസൂലുള്ളാഹി അവിടെയുള്ളവരെ എല്ലാം പുറത്തേക്ക് പോകാൻ സമ്മതം നൽകുകയും ഇസ്ലാം പ്രബോധനം നടത്താൻ സമ്മതിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി നടുവിലും ഉമർ റളിയല്ലാഹു അൻഹു വലതും ഹംസ റളിയല്ലാഹു അൻഹു ഇടതും ബാക്കി എല്ലാ വിശ്വാസികളും കൂടി കഅബയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഇങ്ങനെയായിരുന്നു അവർ ആ ഭാഗത്തുള്ള ആളുകളെയും ഖുറൈശികളെയും മുന്നിട്ടത്. എല്ലാവരും അവരുടെ ചുറ്റിലും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അനുയായികൾ ഏറ്റവും പ്രഗത്ഭനായ അബ്ദുള്ള ഇബ്നു മസ്ഊദ് ഇങ്ങനെയാണ് ഉമറിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിക്കൽ ഒരു വിജയമായിരുന്നു. അവന്റെ ഖിലാഫത്ത് ഒരു കരുണയായിരുന്നു. തീർച്ചയായും ഉമറിന്റെ വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഒരു മഹത്തായ വിജയമായിരുന്നു. കൂടാതെ അവിശ്വാസികൾക്ക് അതൊരു വലിയ തോൽവിയുമായിരുന്നു.